വ്യത്യാസം. എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേ നിയമമല്ല. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവർ വെളിയങ്കോട് ഖാദിയായി. അപ്പൊ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മാസം കണ്ടു. അതിന്റെ മാസം കണ്ടിട്ട് അഥവാ വെളിയങ്കോട് മാസം കണ്ട വിവരം ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റമദാൻ മാസം ഉറപ്പിച്ചു, പ്രഖ്യാപിച്ചു. അപ്പൊ വെളിയങ്കോട്ടുള്ള ആളുകൾക്കൊക്കെ റമദാനിലെ നോമ്പായി. നേരെ ഇക്കരെയാണ് പൊന്നാനി. ആ ഒരു പഴയാണ്. പൊന്നാനി ഖാദിക്ക് അത് ബോധ്യപ്പെട്ടില്ല. പൊന്നാനിയിലെ ഖാദി ഈ മാസം ഉറപ്പിച്ചില്ല. അവരന്ന് നോമ്പെടുത്തതും ഇല്ല. അങ്ങനെ വെളിയങ്കോട് നോമ്പുണ്ട്, പൊന്നാനിയിൽ നോമ്പില്ല. അതിന്റെ അതേ ആ ഖാദിയെ അംഗീകരിക്കുന്ന നാട്ടുകാർ നോമ്പെടുക്കണോ, ഈ ഖാദിയെ അംഗീകരിക്കുന്നവർ നോമ്പെടുക്കണ്ട? ചിലർ ചിലപ്പോൾ ചോദിക്കും, ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് ഖാദി പറഞ്ഞാൽ എന്തായിട്ടുണ്ട്? വളരെ വ്യക്തല്ലേ? അത് വളരെ വ്യക്തല്ലേ? ഓരോ സ്ഥലത്ത് ചെല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം. നമ്മളെ ഒരു സ്ഥാപനമുണ്ട്, സിറാജുൽ ഹുദയുടെ ഒരു സ്ഥാപനം. ശരീഅത്ത് കോളേജിന് ഒരു നിയമമാണ്, ദേവാ കോളേജിന് ചിലപ്പം വേറൊരു നിയമമാണ്. ദേവാ കോളേജിലെ കുട്ടികൾ അതിന്റെ ശരീഅത്ത് കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ശരീഅത്ത് കോളേജിലെ കുട്ടികൾ അതിന്റെ ദേവാ കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഓരോന്നിനും ഓരോ നിയമം. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെത്തുമ്പോൾ അവിടെ ഫീസ് അടക്കണം. അപ്പൊ എന്താ അത് നമുക്ക് ഫ്രീ ആയിക്കൂടെ നിർത്തം ചോദിക്കാൻ പാടില്ല. അവിടുത്തെ നിയമം പറയാം. ഇക്കോളിന് വേറൊരു നിയമമാണ്. ഓരോ സ്ഥലത്ത് ഓരോ നിയമമാണ്. അതെന്താ അവിടെ എവിടെ ആയിക്കൂടെ ചോദിക്കാൻ പാടില്ല. ഓരോന്നിനും ഓരോ നിയമം. ഇതിൽ എല്ലാവർക്കും തിരിയുന്നതാണ്. ഇത് തിരിയാത്ത മനുഷ്യന്മാർക്ക് ബുദ്ധിയില്ലാന്നല്ലാതെ വേറെന്ത് പറയാനാ? അപ്പൊ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മാസം ഉറപ്പിച്ചു. വെളിയങ്കോട് നോമ്പായി. അതേസമയത്ത് പൊന്നാനി ഖാദി ഉറപ്പിച്ചില്ല. ഒരു പുഴന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമ്മളെ ചെറിയ ഒമ്പത് കുറ്റിയാടി എന്ന് പറയും പോലെ. പാലം പിന്നെ കെട്ടിയത്, അന്ന് പാലമൊന്നുമില്ല. ഞാൻ തന്നെ ആദ്യം പോകുമ്പോൾ പാലില്ല. പിൽക്കാലത്താ പാലം. ഞാൻ തോന്നിപ്പോയി, എനിക്ക് ഓർമ്മ. അപ്പോ അങ്ങനെ രണ്ടു കൂട്ടരും 2 കാലക്ക് മാസം ഉറപ്പിച്ച് 2 കാലക്ക് നോമ്പായി. ഇത് റമദാൻ നോമ്പാണ്, ആശൂറ എന്നല്ല. ആശൂറായി പിന്നെ തീരെ വിഷയമില്ല. കാരണം ഒരാൾ ആശൂറായി തീരുമാനിച്ച ഒരു ഖാദി ഒരു ദിവസം തിങ്കളാഴ്ച, വേറൊരാൾ ഞായറാഴ്ച. ഒരു പ്രശ്നമില്ലാലോ, ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുത്താൽ പോരെ? എന്നോട് കുഴപ്പമൊന്നും പറയാനില്ലല്ലോ. അപ്പൊ എന്തായി, തിങ്കളാഴ്ച എന്തായാലും നോമ്പെടുക്കൽ സുന്നത്താണ്. പിന്നെ ആശൂറായിന്റെ പിറ്റേ ദിവസം മുഹറം 11 നോമ്പെടുക്കലും പ്രത്യേകം സുന്നത്താണ് 10 മേലുണ്ട്. അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറാകുമ്പോൾ മറ്റേക്ക് മുഹറം 11 സുന്നത്താണ്. തിങ്കളാഴ്ചന്റെ നോമ്പുമായി, മുഹറം 11ന്റെ നോമ്പുമായി, പിന്നെ ഒരു കൂട്ടർക്ക് ആശൂറയായി. എല്ലാവർക്കും എടുത്തൂടെ തിങ്കളാഴ്ച നോമ്പ്? അതേപോലെ തന്നെ